നമ്മുടെ നാട്ടിലൊക്കെ ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞ കുറേ ജീവികളുണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിൽ തന്നെയല്ല, അങ്ങ് അമേരിക്കയിലും അതൊക്കെ തന്നെയാണ്. അവരെ കാണാൻ കിട്ടണമെങ്കിൽ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ടോ, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടത്തില്ല. പിന്നെ വല്ലവരും മരിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വല്ലവരുടെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ വോട്ട് പിടിക്കാൻ അവിടെയൊക്കെ കറങ്ങി അടിച്ച് വരും നാട്ടിൽ. പിന്നെ വടക്കേ ഇന്ത്യയിൽ അതുപോലും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ ഈ അമേരിക്കയിലെ സിസ്റ്റം ഇച്ചിരൂടും വ്യത്യാസമാണ്. ഓൺ ദ ഓവറോൾ എല്ലാവരും അതേ കുടക്കീഴിലാണ് വരുന്നെങ്കിലും അവിടെ മനുഷ്യരെ വെടിയാക്കുന്നത് വേറെ ഒരു രീതിയിലാണ്. ഇപ്രാവശ്യം നമുക്കറിയാമല്ലോ, നമ്മുടെ ട്രംപ് സാറ് കയറി വന്നപ്പോൾ പറഞ്ഞത് എന്തുവാണ്? അങ്ങ് ചൈനയിലിരിക്കുന്നതും വിയറ്റ്നാമിലിരിക്കുന്നതും ജപ്പാനിലിരിക്കുന്നതും ഇന്ത്യയിലിരിക്കുന്ന ജോലികളെല്ലാം ഇനി അമേരിക്കയിലോട്ട് കയറി വരാൻ പോവുകയാണ്. അന്നേരം എല്ലാവരും എനിക്ക് വോട്ട് തന്നേക്കണം. ഞാൻ മറ്റുള്ളവരുടെ വേണ്ട ടാരിഫ് ഏർപ്പെടുത്തിയിട്ട് പിന്നെ ആ ടാരിഫ് കാരണം നമുക്ക് ആ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇന്ത്യയിലല്ല സോറി അമേരിക്കയിൽ കൊണ്ടുവന്നിട്ട് നമുക്കവിടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ ആക്കാമെന്ന് പറഞ്ഞ പരിപാടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ട്രംപ് ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞു, ട്രംപ് അധികാരത്തിൽ കയറി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുറേ വാക്കുകൾ ഇവിടെ ശ്രമിച്ചു നോക്കുക. I mean, I look at some of the deals made, I say, who the hell made these deals are so bad? The tariffs are going forward on time, on schedule. This is an abuse that took place for many, many years. And I'm not even blaming the other countries that did this. I blame our leadership for allowing it to happen. I mean, you know, who can blame them if they made these great deals with the United States, took advantage of the United States on manufacturing, on just about everything. Every aspect that you can imagine they took advantage of. I look at some of these agreements, I'd read them at night and I'd say, who would ever sign a thing like this? കാനഡയും മെക്സിക്കോയുമായിട്ട് ഇതുപോലെ വിഡ്ഢിത്തരമുള്ള ഡീൽസ് സൈൻ ചെയ്ത് ഏത് വിഡ്ഢിയാണിത്? ഒരു ഐഡിയയും കിട്ടുന്നില്ല. രാത്രി മുഴുവൻ ഞാൻ ഇരുന്നിട്ട് എൻ്റെ പേപ്പർ നോക്കുകയാണ്. എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഏതവനായി ഈ ഡീൽസ് അമേരിക്കയ്ക്ക് വേണ്ടി സൈൻ ചെയ്തത്? എന്തിനാണാവോ ഇങ്ങനെ സൈൻ ചെയ്തത്? ഇല്ലേ? എന്നാൽ ആരാ സൈൻ ചെയ്തതെന്നറിയാവോ? നോക്കിക്കോ. This morning, President Trump signed a new trade deal to replace NAFTA with the leaders of Mexico and Canada. The best trade deal they say ever made. എന്തിനാണ് ട്രംപ് സാറ് ഈ ജനങ്ങളുടെ മുമ്പിൽ മനുഷ്യരെ വിഡ്ഢിയാക്കുന്നത്? ട്രംപ് സാറ് തൻ്റെ വൈറ്റ് ഹൗസ് സ്റ്റാഫിൻ്റെ മുമ്പിൽ അതേ ഡീൽ സൈൻ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പുറത്തോട്ട് മാറി ആ രണ്ട് രാജ്യങ്ങളുടെ ലീഡേഴ്സുമായിട്ട് സൈൻ ചെയ്യുന്നു. എന്നിട്ട് സൈൻ ചെയ്യുക മാത്രമല്ല, തൻ്റെ ഒപ്പ് എല്ലാവരെയും പ്രദർശിപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ പിന്നെ നമുക്ക് പ്രൂഫ് വേണോ? 2018 ട്രംപ് സാർ ചെയ്തത് തന്നെ ട്രംപ് സാറിന് അറിയത്തില്ല എന്താണ് ഡീല്. അവിടെ ഇവിടെയും ചെന്ന് ഡീല് സൈൻ ചെയ്യാമെന്നല്ലാതെ ഡീലിനകത്ത് എന്തിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇപ്പം വന്നപ്പോൾ ജനങ്ങളെ വെടിയാക്കി ടാരിഫ് ഏർപ്പെടുത്തുകയാണ്. അതേ ഡീല് പൊട്ടത്തരമാണെന്ന് പറഞ്ഞിട്ട് കാനഡയുടെ മേലും മെക്സിക്കോയുടെ മേളിലും. ഇതിൽ പരം വിഡ്ഢിത്തരം വേറെ ഉണ്ടോ സാറേ? For the first time in American history, we have replaced a disastrous trade deal that rewarded outsourcing with a truly fair and reciprocal trade deal that will keep jobs, wealth, and growth right here in America. കൈ കൊട്ടി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ അതുപോരെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നിടം വരെ നമസ്കാരം.